നമസ്കാരം. ആസാദി വാർത്തയുടെ നൈറ്റ് ഷേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. കൊടും ചൂട് സമയത്ത് പുറത്തിറങ്ങരുത്, സേഫ് ലോക്ക്ഡൌൺ വേണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 5 മണിയോടെ ബംഗാളിൽ പോളിംഗ് ശതമാനം 90-നടുത്ത്. തമിഴ്നാട്ടിൽ റെക്കോർഡ് കടന്നു. മീഡിയ വൺ ചാനലിന് വക്കീൽ നോട്ടീസ്. വെടിക്കെട്ട് അപകടം, തകർന്ന വീടുകൾ വൃത്തിയാക്കി ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡ്. KSRTCയുടെ ബിസിനസ് ക്ലാസ് എത്തി. ബസ് ഓടിച്ചും മന്ത്രി. മുണ്ടത്തിക്കോട് വീണ്ടും സ്ഫോടന വസ്തു ശേഖരം. 300 കിലോ വെടിമരുന്ന് കണ്ടെടുത്തു. പരിശോധനയ്ക്ക് ഡ്രോണുകളും. വെടിക്കെട്ടില്ലാതെ തൃശൂർ പൂരം. തീരുമാനം ഉന്നതതല യോഗത്തിൽ. ചുട്ടുപൊള്ളി കേരളം. കൊല്ലത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വ്യാഴാഴ്ച അവധി. താപനില 40 ഡിഗ്രി സെൽഷ്യസ് കടന്നേക്കും. കണ്ണൂരിൽ യുവാവ് കുഴഞ്ഞു വീണ് മരിച്ചു. സൂര്യാഘാതമേറ്റെന്ന് സംശയം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. ബംഗാളിൽ പോളിംഗ് ശതമാനം 90-നടുത്ത്. തമിഴ്നാട്ടിൽ റെക്കോർഡ് കടന്നു. റെക്കോർഡ് പോളിംഗോടെ തമിഴ്നാട് പൂർണ്ണമായും പശ്ചിമബംഗാൾ ഭാഗികമായും വിധിയെഴുത്ത് നടത്തി. 5 മണിവരെയുള്ള കണക്കുകൾ പ്രകാരം തമിഴ്നാട്ടിൽ 82.24%, പശ്ചിമബംഗാളിൽ 89.93% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. 6 മണിവരെയാണ് പോളിംഗ്. അന്തിമ കണക്കുകൾ വരുമ്പോൾ ശതമാനം ഇനിയും കൂടും. തമിഴ്നാട്ടിലെ 234 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും ബംഗാളിൽ 152 മണ്ഡലങ്ങളിലേക്കുമാണ് ഇന്ന് വോട്ടെടുപ്പ് നടന്നത്. ബംഗാളിൽ 142 മണ്ഡലങ്ങൾക്കുള്ള രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് 29-നാണ്. 5 മണിവരെയുള്ള കണക്കുകളനുസരിച്ച് തമിഴ്നാട് പോളിംഗ് ശതമാനത്തിൽ ഇതിനോടകം തന്നെ റെക്കോർഡ് മറികടന്നിട്ടുണ്ട്. സംസ്ഥാനത്തെ 5.73 കോടി വോട്ടർമാരിൽ 82.24% പേരാണ് 5 മണിവരെ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തമിഴ്നാട്ടിനേക്കാൾ വളരെ മുന്നിലാണ് പശ്ചിമബംഗാൾ. പല ജില്ലകളും 5 മണിക്ക് മുന്നേ തന്നെ 90% കടന്നിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏറ്റവും ഒടുവിലായി പുറത്തുവിട്ട 5 മണിവരെയുള്ള കണക്ക് പ്രകാരം ദക്ഷിണ ദിനാജ് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ്. 93.12% വോട്ടർമാരുടെ പങ്കാളിത്തമാണ് ഇവിടെ ഉണ്ടായത്. കുച്ച്ബിഹാർ, ബിർദം, മുർഷിദാബാദ്, ജൽപാതുരി എന്നിവിടങ്ങളിലും 90-ന് മുകളിൽ കടന്നിട്ടുണ്ട്. SIR തന്നെയാണ് രണ്ട് സംസ്ഥാനങ്ങളെയും വോട്ടർമാരുടെ പങ്കാളിത്തം ഉയർന്നതിനുള്ള പ്രധാന കാരണമെന്നാണ് സൂചന. വോട്ടെണ്ണൽ മെയ് 4-ന് നടക്കും. കാസർഗോഡ് നിയമസഭാ മണ്ഡലത്തിൽ BJP ജയിക്കുമെന്നും 50,000 വോട്ടുകളുടെ LDF രണ്ടാം സ്ഥാനത്താകുമെന്നും CPIM മണ്ഡലം കമ്മിറ്റി റിപ്പോർട്ട് നൽകി എന്ന തരത്തിൽ വ്യാജ വാർത്ത നൽകിയതിന് മീഡിയ വൺ ചാനലിനും ചാനലിൻ്റെ കാസർഗോഡ് പ്രതിനിധി ഷഫീഖ് നസറുള്ളയ്ക്കും CPIM മണ്ഡലം കമ്മിറ്റിയുടെ വക്കീൽ നോട്ടീസ്. ഏപ്രിൽ 15-ന് നൽകിയ വാർത്താ റിപ്പോർട്ടും അതുമായി ബന്ധപ്പെട്ട എല്ലാ സമൂഹ മാധ്യമ പോസ്റ്റുകളും ഉടൻ പിൻവലിക്കണമെന്നും പ്രൈം ടൈം സമയങ്ങളിൽ രാത്രി 7-നും 9-നും ഇടയിൽ നിരുപാധികം ക്ഷമാപണം നടത്തി റിപ്പോർട്ട് കെട്ടിച്ചമച്ചതാണെന്നും തെറ്റായി നൽകിയതാണെന്നും വ്യക്തമാക്കണമെന്നും, അല്ലാത്ത പക്ഷം സിവിൽ ക്രിമിനൽ നിയമ നടപടികൾ ആരംഭിക്കുമെന്നാണ് നോട്ടീസിലൂടെ ആവശ്യപ്പെട്ടത്. CPIM-നെ മനഃപൂർവ്വം സമൂഹ മാധ്യമത്തിൽ അപമാനിക്കാനായി വാർത്ത കെട്ടിച്ചമക്കുകയാണ് ഉണ്ടായത്. ഇത് തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനമാണ്. CPIM മത്സരരംഗത്തുള്ള പശ്ചിമ ബംഗാൾ, തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വോട്ടർമാരെ പാർട്ടിയിൽ നിന്നും അകറ്റുന്നതിനായി ബോധപൂർവം സൃഷ്ടിച്ചതാണെന്നും നോട്ടീസിൽ വ്യക്തമാക്കുന്നു. മീഡിയ വൺ ചാനലിനെതിരെ നിയമ നടപടി വേണം CPIM. രാജ്യത്ത് തെരഞ്ഞെടുപ്പ് വോട്ട് കഴിയും വരെ എക്സിറ്റ് പോളുകൾ നടത്തുന്നതോ പ്രസിദ്ധീകരിക്കുന്നതോ പ്രചരിപ്പിക്കുന്നതോ കർശനമായി നിരോധിച്ചിട്ടും ഇതിന് സമാനമായ രീതിയിൽ വാർത്ത നൽകിയ മീഡിയ വൺ ചാനലിനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് CPIM കാസർഗോഡ് മണ്ഡല കമ്മിറ്റി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകി. മാധ്യമ സ്ഥാപനങ്ങൾ വസ്തുനിഷ്ഠമായ വിവരങ്ങൾ നൽകണമെന്നും സ്ഥിരീകരിക്കാത്ത ആരോപണങ്ങളോ കെട്ടിച്ചമച്ച ഡാറ്റയോ പ്രസിദ്ധീകരിക്കുന്നത് ഒഴിവാക്കണമെന്നും കമ്മീഷൻ ഉത്തരവുണ്ട്. മീഡിയ വണിൽ പ്രക്ഷേപണം ചെയ്ത വാർത്ത നീക്കം ചെയ്യണമെന്നും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ആക്ഷേപിക്കപ്പെട്ട വാർത്താ റിപ്പോർട്ടറിൻ്റെ എല്ലാ ഡിജിറ്റൽ ഫോർമാറ്റുകളും നീക്കണമെന്നും ചാനലിനോട് ആവശ്യപ്പെടണമെന്നും ചട്ടം ലംഘിച്ച് വാർത്ത നൽകിയതിനാൽ ജനപ്രാതിനിധ്യ നിയമത്തിലെ സെഷൻ 126A പ്രകാരം പ്രതിക്കെതിരെ ക്രിമിനൽ പ്രോസിക്യൂഷൻ ആരംഭിക്കണമെന്നും കമ്മീഷൻ നൽകിയ പരാതിയിൽ മണ്ഡലം സെക്രട്ടറി K. മുഹമ്മദ് അനീഫ ആവശ്യപ്പെട്ടു. KSRTCയുടെ ബിസിനസ് ക്ലാസ് എത്തി. ബസ് ഓടിച്ച് മന്ത്രി. അത്യാധുനിക സൗകര്യങ്ങളുമായി KSRTCയുടെ ബിസിനസ് ക്ലാസ് ബസ്സുകൾ എത്തി. ശുചിമുറി, കഫ്റ്റേരിയ, പാൻട്രി തുടങ്ങിയ സൗകര്യങ്ങളുള്ള ആഡംബര ബസ്സുകൾ ഉടൻ നിരത്തിലിറങ്ങും. ബസ്സിൻ്റെ ചിത്രങ്ങൾ മന്ത്രി KB ഗണേഷ് കുമാർ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു. യാത്രക്കാരെ സഹായിക്കാനായി
എയർ ഹോസ്റ്റസ് മാതൃകയിൽ ബസ് ഹോസ്റ്റസ് സേവനവും ലഭ്യമാകും. തിരുവനന്തപുരം കൊച്ചി റൂട്ടിലാണ് ഈ പ്രീമിയം സർവീസുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. രാവിലെ 5:15 തിരുവനന്തപുരത്ത് നിന്ന് വന്ദേ ഭാരത് ട്രെയിൻ പുറപ്പെടുന്നതിന് പിന്നാലെ തന്നെ ബിസിനസ് ക്ലാസ് ബസ്സും കൊച്ചിയിലേക്ക് തിരിക്കും. ഇതേ സമയം തന്നെ എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കും സർവീസ് ഉണ്ടാകും. രാവിലെ 10 മണിക്ക് മുൻപ് എറണാകുളത്ത് എത്തുന്ന രീതിയിലാണ് സമയം ക്രമീകരിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ടാൽ കൊല്ലം, ആലപ്പുഴ എന്നിവിടങ്ങളിൽ മാത്രമാണ് സ്റ്റോപ്പ് അനുവദിച്ചിട്ടുള്ളത്. എല്ലാ യാത്രക്കാരും എറണാകുളത്തേക്കാണെങ്കിൽ ഈ സ്റ്റോപ്പുകളും ഒഴിവാക്കും. ബസ്സിനുള്ളിലെ പാൻട്രിയിൽ നിന്ന് ലഘുഭക്ഷണവും മറ്റും ലഭിക്കും. ഇതിനായി യാത്രക്കാർ പ്രത്യേക നിരക്ക് നൽകേണ്ടി വരും. മറ്റ് സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളിൽ നിന്ന് വ്യത്യസ്തമാണ്. ഉയർന്ന നിരക്കായിരിക്കും ബിസിനസ് ക്ലാസ്സിനുണ്ടാവുക. ടിക്കറ്റുകൾ മുൻകൂട്ടി റിസർവ് ചെയ്യാം. തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ മന്ത്രി KB ഗണേഷ് കുമാർ ഈ സർവീസ് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിനാൽ നീണ്ടു പോവുകയായിരുന്നു. വെടിക്കെട്ട് അപകടം, തകർന്ന വീടുകൾ വൃത്തിയാക്കി ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡ്. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിൽ തകർന്ന വീടുകൾ വൃത്തിയാക്കാൻ ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡ് രംഗത്തെത്തി. അപകട സ്ഥലത്തിന്റെ 1/2 കിലോമീറ്റർ ചുറ്റളവിലുള്ള 50ഓളം വീടുകൾക്ക് കനത്ത നാശനഷ്ടമുണ്ടായത്. സ്ഫോടനത്തിന്റെ എല്ലാ ആഘാതത്തിലും പരിസരമുള്ള എല്ലാ വീടുകളുടെയും ജനൽച്ചില്ലുകൾ തകർന്നു. അടഞ്ഞുകിടന്ന വാതിലുകൾ പൊട്ടിത്തെറിച്ചു. മേൽക്കൂരയിലെ ഓടുകൾ തകർന്നു വീണു. ഇതോടെയാണ് ഡിവൈഎഫ്ഐ ശുചീകരണത്തിന് മുന്നിട്ടിറങ്ങിയത്. കഴിഞ്ഞ ദിവസം ദുരന്തമുഖത്തെ രക്ഷാപ്രവർത്തകർക്ക് ഡിവൈഎഫ്ഐ ഭക്ഷണം ഒരുക്കിയിരുന്നു. ചൊവ്വ രാത്രി മുതൽ തുടർച്ചയായ മണിക്കൂറുകളിൽ പ്രവർത്തന രംഗത്തുള്ള ആശുപത്രി ജീവനക്കാർ, അപകട സ്ഥലത്തുള്ള സർക്കാരിന്റെ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ, പോലീസ്, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ, വളണ്ടിയർമാർ, മാധ്യമപ്രവർത്തകർ തുടങ്ങിയ നിരവധി ആളുകൾ മനുഷ്യരുടെ വിശപ്പകറ്റാൻ ഭക്ഷണവുമായി ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡ് രംഗത്ത് സജീവമായിട്ടുണ്ട്. സംഭവ സ്ഥലത്ത് തണ്ണിമത്തനും കുടിവെള്ളവും പൊതിച്ചോറുമായി എത്തിയിരുന്നു. നമുക്കും കൈയടിക്കാം ഈ സത്യസന്ധതയ്ക്ക്. റോഡിൽ നിന്നും കളഞ്ഞു കിട്ടിയ 3 ലക്ഷം ഉടമയെ ഏൽപ്പിച്ച് കൂത്തുപറമ്പിലെ ലോട്ടറി തൊഴിലാളി. റോഡിൽ നിന്നും കളഞ്ഞു കിട്ടിയ 3 ലക്ഷം രൂപ പോലീസിന്റെ സന്നിധിയിൽ ഉടമസ്ഥന് കൈമാറി ലോട്ടറി തൊഴിലാളിയായ യുവാവ് സമൂഹത്തിന് കറകളഞ്ഞ സത്യസന്ധതയുടെ മാതൃകയായി. കൂത്തുപറമ്പ് അർബൻ ബാങ്ക് ജീവനക്കാരനായ CV ജിതേഷിന്റെ കൈവശമുണ്ടായിരുന്ന പണമാണ് കാർ യാത്രക്കിടെ നഷ്ടപ്പെട്ടത്. റോഡിൽ നിന്നും കളഞ്ഞു കിട്ടിയ പണം ലോട്ടറി തൊഴിലാളി C സുബീഷ് ഉടൻ മറ്റൊന്നും ആലോചിക്കാതെ കൂത്തുപറമ്പ് ടൗൺ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുകയായിരുന്നു. പോലീസ് പണം കളഞ്ഞു കിട്ടിയ സ്ഥലത്തെ CCTV ക്യാമറ പരിശോധിച്ച ശേഷമാണ് ഉടമ സഞ്ചരിച്ച വാഹനം കണ്ടെത്തിയത്. ഉടമയെയും പണം ഏൽപ്പിച്ച സുബീഷിനെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. വ്യാഴാഴ്ച പകൽ മാധ്യമങ്ങളുടെ മുൻപാകെ പണം കൈമാറിയത്. സമൂഹത്തിലേറെ കഷ്ടപ്പെട്ട് അന്നന്ന് ലോട്ടറി മറ്റ് ജീവിക്കുന്നവരാണ് പാവപ്പെട്ട ലോട്ടറി തൊഴിലാളികൾ. മറ്റുള്ളവർക്ക് ഭാഗ്യം വിറ്റ് ജീവിക്കുന്ന ഇവരോട് പലരും അവഗണയോടെ മുഖം തിരിക്കാറാണ് പതിവ്. കടുത്ത ജീവിത പ്രതിസന്ധിയിലും നേരിന്റെ വഴിയിൽ നിന്നും വ്യതിചലിക്കാതെ നിർഭയം നടത്തുന്ന നീങ്ങിയ സുബീഷിനെ അഭിനന്ദിക്കുകയാണ് സോഷ്യൽ മീഡിയയും നാട്ടുകാരും. ഇന്ന് ലോക പുസ്തക ദിനം. നിലനിൽക്കും വായനക്കാലം. ലോകം മറ്റൊരു പുസ്തക ദിനം കൂടി ആഘോഷിക്കുന്നു. ലോക സാഹിത്യത്തിലെ അധികാരായ ഷേക്സ്പിയറിന്റെ മിങ്ക്വൽ ഡി സെർവന്റിന്റെയും ചരമദിനമായ ഏപ്രിൽ 23-ന് വായനയുടെ വസന്തകാലമായാണ് നാം ആഘോഷിക്കുന്നത്. ഈ എഴുത്തുകാരുടെ ഓർമ്മയ്ക്കായി യുനെസ്കോ 1995-ലെ സമ്മേളനത്തിൽ വെച്ചാണ് ഈ ദിനം ലോക പുസ്തക ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്. ലോക പബ്ലിക് ദിനമായും ഏപ്രിൽ 23-ന് അറിയപ്പെടുന്നു. വായന വിനോദത്തിനും അറിവ് തേടുന്നതിനും വേണ്ടി മാത്രമല്ല, അതൊരു രാഷ്ട്രീയ പ്രവർത്തനവും പ്രതിരോധവും ഒക്കെയാണ്. നിലവിലെ ലോകാവസ്ഥകൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. യുദ്ധവും അരക്ഷിതാവസ്ഥയും ലോകത്തെ അശാന്തമാക്കുമ്പോൾ പുസ്തകങ്ങൾ വിതറുന്ന വെളിച്ചം തലമുറകളിലേക്ക് പടരാനുള്ള സ്നേഹത്തിന്റെ പാഠങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. സ്പെയിനിലെ പുസ്തക കച്ചവടക്കാരാണ് ലോക പുസ്തക ദിനം എന്ന ആശയം അവതരിപ്പിച്ചത്. മിഗേൽ ഡി സെന്ററിന്റെ ചരമദിനമായ ഏപ്രിൽ 23-ന് ആ മേഖലയിൽ സെന്റ് ജോർജ് ദിനാഘോഷത്തിന്റെ ഭാഗമായി മാറി. മധ്യകാലം തൊട്ട് സെന്റ് ജോർജ് ദിനത്തിൽ ഒരാചാരമായി പുരുഷന്മാർ കാമുകിമാർക്ക് റോസാപുഷ്പം നൽകിയിരുന്നു. 1925 മുതൽ സ്ത്രീകൾ പകരം പുസ്തകം നൽകുക പതിവായി. ഒരു ദിവസം 4 വർഷത്തിലധികം പുസ്തകങ്ങൾ വിൽക്കുകയും 40 ലക്ഷം റോസാപ്പുകൾ കൈമാറുകയും ചെയ്യുന്നു. പിന്നീട് മറ്റു രാജ്യങ്ങളും ഈ ദിനം പുസ്തക ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചു. പുസ്തകങ്ങളെയും വായനകളെയും കുറിച്ചുമുള്ള ചർച്ചകൾ മാത്രമല്ല ദിനാചരണം ലക്ഷ്യമിടുന്നത്. പുസ്തകങ്ങളുടെ ലഭ്യത, പ്രസാധനത്തിന് വേണ്ട സാഹചര്യമൊരുക്കൽ, കോപ്പിറൈറ്റ്, ലൈബ്രറികൾ, പുസ്തക കടകൾ തുടങ്ങിയവയോട് കാണിക്കേണ്ട പരിഗണന
എന്നിവയെല്ലാം ഈ ദിനം ഓർമ്മിപ്പിക്കുന്നു. ആഴ്ചയിൽ ഒരാൾ 10 മുതൽ 13 മണിക്കൂർ വരെ വായനക്കായി ചെലവഴിക്കുന്നതായാണ് കണക്ക്. സ്കോർ സംസ്കാരം വായനയുടെ രീതികളെ ചെറുതും വലുതും രൂപത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അച്ചടിച്ച പുസ്തകങ്ങൾ വിപണി പിടിച്ചെടുക്കുമ്പോഴും ഈ ബുക്കുകളും ഓഡിയോ ബുക്കുകളും വേഗത്തിൽ വളരുന്നുണ്ട്. ഇതൊന്നും അച്ചടിച്ച പുസ്തകങ്ങളുടെ വളർച്ചയെ ബാധിക്കുന്നില്ല. തിരക്ക് പിടിച്ച ലോകത്താണ് നാം ജീവിക്കുന്നത്. ഈ തിരക്കിൽ തനിച്ചു ഏകാന്തതയുടെ തീരത്ത് പുസ്തകവുമായി ഇരിക്കുന്ന ഈ മനുഷ്യന്റെ ചിത്രമാണ് ഏറ്റവും സുന്ദരമായ കാഴ്ച. ഏകാന്തതയിൽ പക്ഷേ ആ മനുഷ്യർ തനിച്ചല്ല, ആശയങ്ങളുടെ സംവിധാനങ്ങളുടെയും തിളച്ചുമറിയുന്ന ആകാശവും കടലും ആ മനുഷ്യനെ പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്. വെടിക്കെട്ടില്ലാതെ തൃശൂർ പൂരം. തീരുമാനം ഉന്നതതല യോഗത്തിൽ. വെടിക്കെട്ട് ഒഴിവാക്കി തൃശൂർ പൂരം നടത്തും. ഇന്ന് ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. കുടമാറ്റം ഉൾപ്പെടെയുള്ള തൃശൂർ പൂരത്തിന്റെ ചടങ്ങുകൾ നടത്തുമെന്നാണ് തീരുമാനം. കഴിഞ്ഞ ദിവസം തിരുവമ്പാടി ദേവസ്വത്തിന്റെ വെടിക്കെട്ട് പൊട്ടിത്തെറിച്ചു അപകടമുണ്ടായതിന് പിന്നാലെയാണ് പൂരത്തിന് വെടിക്കെട്ട് ഒഴിവാക്കാൻ തീരുമാനിച്ചത്. കുടമാറ്റം ഒഴിവാക്കാൻ കഴിയില്ലെന്ന് ദേവസ്വം പ്രതിനിധികൾ ഉന്നതതല യോഗത്തിൽ അറിയിച്ചു. 15 ആനകളെ അണിനിരത്തി കുടമാറ്റം നടത്താൻ യോഗം അനുമതി നൽകി. ഇലനിത്തറ മേളം, ചെറുപൂരങ്ങൾ, മടത്തിൽ വരവ് തുടങ്ങിയ തൃശൂർ പൂരത്തിന്റെ മുഴുവൻ ചടങ്ങുകളും നടത്തും. വെടിക്കെട്ട് നടത്തണമെന്ന് പാറമേക്കാവ് ദേവസ്വം ഇന്ന് രാവിലെ നിർദ്ദേശം വെച്ചിരുന്നു. എന്നാൽ നിയമപരമായും സാങ്കേതികപരമായ പ്രശ്നങ്ങൾ വെടിക്കെട്ട് ഈ സാഹചര്യത്തിൽ നടത്താനാവില്ലെന്ന് സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധികളായി യോഗത്തിൽ പങ്കെടുത്ത മന്ത്രിമാർ അറിയിച്ചു. പാറമേക്കാവിന്റെ വെടിക്കെട്ടിന് വേണ്ടി തയ്യാറാക്കിയ സാമഗ്രികൾ സീൽ ചെയ്തിരിക്കുകയാണ്. മുണ്ടത്തിക്കോട് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ മാസം 24 വരെ ദുഃഖാചരണം നടത്താൻ തിരുവമ്പാടി ദേവസ്വം തീരുമാനിച്ചു. ഈ ദിവസത്തിൽ പറയെടുപ്പ് ചടങ്ങുകൾ മാത്രമായിരിക്കും നടക്കുക. പൂരത്തിന്റെ ഭാഗമായുള്ള ചമയ പ്രദർശനം ഒരു ദിവസമായി ചുരുക്കാനും തീരുമാനമായിട്ടുണ്ട്. മെഗാ ഡാൻസ് ഫെസ്റ്റ് കണ്ണൂരിൽ ഹാപ്പിനെസ് ഫൗണ്ടേഷൻ, APJ അബ്ദുൽ കലാം ലൈബ്രറിയും വിവിധ സാംസ്കാരിക സംഘടനകളുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ഡാൻസ് ഫെസ്റ്റിവൽ കണ്ണൂരിൽ മെയ് മാസം നടക്കും. 10, 15, 16, 25, 25 മുകളിൽ പ്രായം എന്നീ കാറ്റഗറിയിലാണ് മത്സരം. സിംഗിൾ ഇനത്തിൽ ഭരതനാട്യം, മോഹിനിയാട്ടം, കേരള നടനം, നാടോടി നൃത്തം എന്നിവിടങ്ങളിൽ മത്സരമുണ്ടാകും. ഗ്രൂപ്പിനത്തിൽ സംഘനൃത്തം 7 പേർ, തിരുവാതിര 10 പേർ, ഒപ്പന 10 പേർ, നാടോടി നൃത്തം 7 പേർ, കൈകൊട്ടിക്കളി 10 പേർ എന്നിവയിൽ മത്സരമുണ്ടാകും. 2 ലക്ഷത്തോളം രൂപയുടെ സമ്മാനങ്ങൾ വിവിധ വിഭാഗങ്ങളിൽ നൽകും. ജില്ലയിലെ മികച്ച ഡാൻസ് സ്കൂൾ, മികച്ച ഡാൻസ് ടീച്ചർ എന്നിവയ്ക്ക് പ്രത്യേക പുരസ്കാരവും നൽകും. ഡാൻസ് മത്സരത്തിനുള്ള രജിസ്ട്രേഷനും പുരസ്കാര അപേക്ഷകളും കണ്ണൂർ വലിയ വളപ്പുകാവ് റോഡിലുള്ള ഓഫീസിൽ സ്വീകരിക്കും. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9447372316, 9446947693. അത്തായക്കുന്നിലെ വാടക കോട്ടേഴ്സിൽ രാസലഹരി വിൽപ്പന. യുവാവ് റിമാൻഡിൽ. പുരാതി അത്തായക്കുന്നിലെ വാടക വീട് കോട്ടേഴ്സിൽ നിന്നും നിരോധിത മയക്കുമരുന്നുമായി യുവാവിനെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. വളപട്ടണം പാലോട്ടും വയൽ സ്വദേശ് മുബഷിർ 35-നെയാണ് കണ്ണൂർ റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ അക്ഷയും സംഘവും ചേർന്ന് പിടികൂടിയത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പുരാതി അത്തായക്കുന്നിലെ EC നെസ്റ്റ് എന്ന കോട്ടേഴ്സിൽ നടത്തിയ പരിശോധനയിലാണ് 779 ഗ്രാം മൊത്തഫിറ്റിനും 75 കഞ്ചാവുമായി പ്രതി പിടിയിലായത്. സംഘത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ CP ഷൈൽ കുമാർ, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡർമാരായ സന്തോഷ് തൂണോളി, MK സന്തോഷ്, KV റാഫി, ഉദ്യോഗസ്ഥരായ E സുജിത്, അമൽ ലക്ഷ്മണൻ, CV ബഷീർ, P നിഖിൽ, PV ദിവ്യ, P ഷജിത് എന്നിവരുമുണ്ടായിരുന്നു. പ്രതിയെ കണ്ണൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ റിമാൻഡ് ചെയ്തു. മുണ്ടത്തിക്കോട് വീണ്ടും സ്ഫോടക വസ്തു ശേഖരം. 300 കിലോ വെടിമരുന്ന് കണ്ടെടുത്തു. പരിശോധനയ്ക്ക് ഡ്രോണുകളും. വെടിക്കെട്ട് ദുരന്തമുണ്ടായ മുണ്ടത്തിക്കോട് സ്ഫോടന സ്ഥലത്തു നിന്നും വൻ സ്ഫോടക വസ്തു ശേഖരം വീണ്ടും കണ്ടെടുത്തു. 300-ലധികം സ്ഫോടന വസ്തുക്കളാണ് ഇനിയും ബാക്കിയുള്ളതെന്ന് തൃശൂർ പോലീസ് കമ്മീഷണർ അറിയിച്ചു. ഇവ എത്രയും വേഗം സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുമെന്നും കോടതിയുടെ അനുമതിയോടെ നിർവീര്യമാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സ്ഫോടനം നടന്ന പറമ്പിലും പരിസര പ്രദേശങ്ങളും 200ഓളം പോലീസുകാരുടെ നേതൃത്വത്തിൽ ഇന്നും വിപുലമായ പരിശോധന നടത്തി. ഡ്രോൺ സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള പരിശോധനയിലാണ് കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെടുത്തത്. ഫോണുകളും മറ്റു വസ്തുക്കളും കണ്ടെടുത്തിട്ടുണ്ട്. സ്ഥലത്തെ പ്രാഥമിക പരിശോധനകൾ ഇന്നത്തോടെ അവസാനിപ്പിക്കാനാണ് പോലീസിന്റെ തീരുമാനം. വെടിക്കെട്ട് നിർമ്മാണത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിക്കപ്പെട്ടേ എന്നതും പോലീസ് പ്രത്യേകം പരിശോധിക്കുന്നുണ്ട്. ദുരന്തത്തിൽ പരിക്കേറ്റ ചികിത്സയിൽ കഴിയുന്നവരുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്നും ചിലർ ഇപ്പോഴും തീവ്ര പരിചരണ വിഭാഗത്തിലാണെന്നും മേഖലയിലെ അനധികൃത വെടിക്കെട്ട് നിർമ്മാണശാലകളെ കുറിച്ച് വരും ദിവസങ്ങളിൽ കർശന പരിശോധന തുടരണമെന്നും ഭരണകൂടത്തിന്റെ തീരുമാനം.
കണ്ണൂരിൽ യുവാവ് കുഴഞ്ഞു വീണു മരിച്ചു. സൂര്യാഘാതമേറ്റത് സംശയം. കണ്ണൂർ പള്ളിപ്പുഴയിൽ സൂര്യതാപമേറ്റ് യുവാവ് മരിച്ചു. പള്ളിപ്പുഴ സ്വദേശി സനൽകുമാറാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം കിണർ കുടിക്കുന്നതിനിടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടിരുന്നു. വ്യാഴം പുലർച്ചെയാണ് മരിച്ചത്. ജോലിക്കിടയിൽ സനൽകുമാറിന് സൂര്യാഘാതമേറ്റിരുന്നതായി സംശയമുണ്ട്. ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിന് പിന്നാലെ സനൽകുമാറിനെ പള്ളിപ്പുഴയിലുള്ള ക്ലിനിക്കിലും തുടർന്ന് കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റി. പുലർച്ചെ 3 മണിയോടെയാണ് മരണം സംഭവിച്ചത്. സൂര്യാഘാതമേറ്റതിന് പിന്നാലെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയായിരുന്നു. സംസ്ഥാനത്ത് കടുത്ത ചൂട് അനുഭവപ്പെടുന്നത് ഉഷ്ണതരംഗ സാധ്യത മുന്നറിയിപ്പ് കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. കൊല്ലം, തൃശൂർ, പാലക്കാട് ജില്ലകളിലെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇന്നും നാളെയും ഉഷ്ണതരംഗത്തിന് സാധ്യതയെന്നാണ് മുന്നറിയിപ്പ്. ഈ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. വേനൽക്കാലത്തിരക്ക് 900 സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിച്ച് റെയിൽവേ. വേനലവധിക്കാലത്തെ തിരക്ക് കണക്കിലെടുത്ത് യാത്രക്കാർക്കായി പ്രത്യേക സർവീസുകൾ അനുവദിച്ച് റെയിൽവേ. രാജ്യത്തെ വിവിധ സോണുകളിലായി ജൂലൈ 15 വരെ 900 സ്പെഷ്യൽ ട്രെയിനുകൾ 18,262 സർവീസ് നടത്തും. സൗത്ത് സെൻട്രൽ റെയിൽവേയിൽ 124 ട്രെയിനുകളും 1,184 ട്രിപ്പ്, വെസ്റ്റേൺ റെയിൽവേയിൽ 106 ട്രെയിനുകളും 2,078 ട്രിപ്പ്, ദക്ഷിണ റെയിൽവേയിൽ 72 ട്രെയിനുകളും 555 ട്രിപ്പ്, സെൻട്രൽ റെയിൽവേയിൽ 74 ട്രെയിനുകളും 3,082 ട്രിപ്പ്, നോർത്തേൺ റെയിൽവേയിൽ 76 ട്രെയിനുകളും 2,090 ട്രിപ്പ് ഓടിക്കും. കൂടാതെ ഈസ്റ്റ് സെൻട്രൽ, നോർത്ത് വെസ്റ്റേൺ, സൗത്ത് വെസ്റ്റേൺ തുടങ്ങി മറ്റ് സോണുകളിലും പ്രത്യേക ട്രെയിനുകൾ സർവീസ് നടത്തും. പ്രധാന നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന ദീർഘദൂര ട്രെയിനുകൾക്ക് പുറമെ ഹ്രസ്വദൂര സർവീസുകളും ഉണ്ടാകും. അനുവദിച്ചവയിൽ 660 ട്രെയിനുകൾ ഇതിനകം വിജ്ഞാപനം ചെയ്തു. വേനൽക്കാലത്ത് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും മറ്റും പോകുന്നവരുടെ എണ്ണത്തിലുള്ള വർധനയും പരിഗണിച്ചാണ് റെയിൽവേ നടപടി. കണ്ണൂർ നാറാത്ത് കാക്കത്തുരുത്തിൽ കണ്ടൽക്കാടുകൾ വെട്ടി നശിപ്പിച്ചു. കാക്കത്തുരുത്തിൽ സ്വകാര്യ വ്യക്തികൾ അനധികൃതമായാണ് കണ്ടൽക്കാടുകൾ വെട്ടി നശിപ്പിച്ചത്. കാക്കത്തുരുത്തി പാലത്തിന് സമീപത്തെ കത്തീച്ചയുടെ ഉടമസ്ഥയിലുള്ള കണ്ടൽ ഭൂമിയിലാണ് അനധികൃതമായി കണ്ടൽക്കാടുകൾ വെട്ടി നശിപ്പിച്ചത്. മരങ്ങൾ മുറിച്ച് കടത്താനും ശ്രമമുണ്ടായി. ബുധനാഴ്ച രാവിലെയാണ് സംഭവം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ വില്ലേജ് ഓഫീസർ അറിയിച്ചതിനെ തുടർന്ന് വില്ലേജ് ഓഫീസർ ഇൻചാർജ് ബി ദീപ്തി സ്ഥലം സന്ദർശിച്ച് കണ്ടൽ നശിപ്പിക്കുന്നതും മരം മുറിച്ച് നടത്തുന്നതും നിർത്തി വച്ചിരിക്കുകയാണ് നിർദ്ദേശം നൽകി. തഹസിൽദാർ, കളക്ടർ എന്നിവർക്ക് റിപ്പോർട്ട് നൽകി. നാറാത്ത് വില്ലേജിൽ ഡിജിറ്റൽ സർവേ നടക്കുന്നുണ്ട്. ഇതിൻ്റെ മറവിലാണ് കണ്ടൽ ചെടി നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്. സംഭവസ്ഥലം വനംവകുപ്പ് അധികൃതർ സന്ദർശിച്ചു. കളക്ടർ വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. നിറയെ തണ്ണീർത്തടങ്ങളും കണ്ടൽ വനങ്ങളും നിറഞ്ഞു നിൽക്കുന്ന പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിൽ സ്വകാര്യ വ്യക്തികൾ അനധികൃതമായി കണ്ടൽക്കാട് നശിപ്പിക്കുന്നത് പരാതിയുണ്ടായി. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ സമാപിക്കുന്നു. വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം.